ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഈ ബാലിയിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ നീലത്തിമംഗലത്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണിത്. ഇത് മാസങ്ങൾക്ക് മുമ്പേ അപകടത്തിൽ സംഭവിച്ചിട്ടുള്ളതാവാം. അതിവിടെ വന്നു കയറി. പക്ഷേ ഇതിനെ നമുക്ക് കുഴിച്ച് മൂടുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ എന്തുമാത്രം വാഹന സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. 2 ദിവസമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റൽ പോലീസ്, ആരോഗ്യവകുപ്പ്, ലോക്കൽ പോലീസിൻ്റെ സംവിധാനം, എല്ലാവരുടെയും സർവീസിലൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറ്റിനറി സർജൻ വന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുക. പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞിട്ട് നമുക്കത് എവിടെയെങ്കിലും മണ്ണ് കൂടുതലുള്ള പ്രദേശത്ത് കൊണ്ടുപോയി കുഴി വെട്ടി അതിനകത്ത് കുഴിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം. ഇത് വളരെ ഭാരപ്പെട്ട ഒരു വലിയ സാധനമാണ്. ഒരു വണ്ടിയിൽ 2 വണ്ടിയിൽ മുറിച്ചാൽ പോലും കൊണ്ടുപോകാൻ പറ്റും. മുറിക്കുക എന്ന് വെച്ചാൽ തന്നെ അതൊരു അസാധ്യമാണ്. അതിൻ്റെ എല്ലുകൾ മുറിക്കപ്പെടാൻ വലിയ പാടാണ്. വലിയ ശക്തിയുള്ള എല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ സംരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടിനുള്ളിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും മറവ് ചെയ്യും. പഞ്ചായത്താണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. എല്ലാവരും വിളിച്ചു വരുത്തി. ഇപ്പം പുതിയ നിയമം അനുസരിച്ച് വൈൽഡ് ആനിമലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഈ നീലത്തിമംഗലം ആണ്. നീലത്തിമംഗലങ്ങൾ കരയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് വെറുതെ കുഴിച്ച് മൂടുകയോ കടലിലേക്ക് വലിച്ചു തള്ളുകയോ ചെയ്യുന്ന നടപടി പാടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വെറ്റിനറി സർജനും ഒക്കെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. അത് നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ഫോറസ്റ്റുകാർ ഇന്നലെ രാത്രി മുതൽ ഇവിടെ സ്ഥലത്തുണ്ട്. കോസ്റ്റൽ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാവരും ഉണ്ട്. ആരോഗ്യവകുപ്പുണ്ട്. എല്ലാവരും അതിൻ്റെ സർവീസ് ചെയ്യണം. റാന്നിയിൽ നിന്നാണ് ഫോറസ്റ്റുകാർ ഇവിടെ എത്തിച്ചേർന്നത്. അവരിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാണ്.